ബംഗളൂരു ദുരന്തത്തിൽ RCB മാർക്കറ്റിംഗ് മേധാവിയെ എയർപോർട്ടിൽ വെച്ച് അറസ്റ്റ് ചെയ്തു. ഈ കാര്യത്തിലെ ആദ്യത്തെ അറസ്റ്റാണ്. നിഖിൽ സോലെയാണ് അറസ്റ്റിലായത്. അറസ്റ്റ് വിമാനത്താവളത്തിൽ വെച്ചാണ്. പരിപാടിയുടെ മുഖ്യ ആസൂത്രകൻ നിഖിൽ സോലെയായിരുന്നു. മുംബൈയിലേക്ക് കടക്കാൻ ശ്രമിക്കുന്നതിനിടയിലാണ് ബംഗളൂരു പോലീസ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തത്. ഈവന്റ് മാനേജ്മെന്റ് അംഗവും അറസ്റ്റിലായിട്ടുണ്ട് എന്ന വാർത്ത വരുന്നുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി ബംഗളൂരു നഗരത്തിൽ നിന്ന് നമുക്കൊപ്പം ചേരുകയാണ് മുഹമ്മദ് റഹീസ്. ഗുഡ് മോർണിംഗ് റഹീസ്. യഥാർത്ഥത്തിൽ അങ്ങനെ ആദ്യത്തെ അറസ്റ്റ് ചെയ്തു, അതുപോലെ ഇവന്റ് മാനേജ്മെന്റ് പ്രതിനിധിയെയും അറസ്റ്റ് ചെയ്തു എന്ന വാർത്ത വരുന്നു. കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്? സുനിൽ മാത്യു ആണല്ലോ ഇപ്പോൾ അറസ്റ്റിലായ മറ്റൊരാൾ. അതെ SKN, എന്തായാലും ഈ ബംഗളൂരു ദുരന്തത്തിൽ ആദ്യ അറസ്റ്റ് ഇപ്പോൾ രേഖപ്പെടുത്തിയിരിക്കുന്നത് RCBയുടെ മാർക്കറ്റിംഗ് ഹെഡിനെ തന്നെ അറസ്റ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു നീക്കമാണ് രാവിലെ തന്നെ പോലീസ് നടത്തിയിരിക്കുന്നത്. അദ്ദേഹം ബംഗളൂരു വിമാനത്താവളത്തിൽ നിന്ന് മുംബൈയിലേക്ക് കടക്കാൻ ശ്രമിക്കുകയായിരുന്നു എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. അദ്ദേഹവും ഒപ്പം തന്നെ ഈ ഇവന്റ് മാനേജ്മെന്റ്, അത് DNA എന്നുള്ളൊരു കമ്പനിയാണ്, ആ കമ്പനിയുടെ ഇവന്റ് മാനേജ്മെന്റിന്റെ തലവനായിട്ടുള്ള സുനിൽ മാത്യുവും ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നു. അങ്ങനെ രണ്ടുപേർ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് നിലവിൽ അറസ്റ്റിലായിരിക്കുന്നു. ഇവർ രണ്ടുപേരും കൂടി ചേർന്ന് ബംഗളൂരു നിന്ന് മുംബൈയിലേക്ക് കടക്കാൻ ശ്രമിക്കുകയായിരുന്നു എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. അതായത് ഇന്നലെ രാത്രിയോടുകൂടി ഇവരെ അറസ്റ്റ് ചെയ്യുമെന്ന് ഏതാണ്ട് മുഖ്യമന്ത്രി അറിയിച്ചിരുന്നു. അത് അറസ്റ്റിൽ യാതൊരു വിട്ടുവീഴ്ചയും വേണ്ട എന്ന് പോലീസിന് കർശനമായിട്ടുള്ള നിർദ്ദേശവും നൽകിയിരുന്നു. അതിന് പിന്നാലെയാണ് ഇവർ മുംബൈയിലേക്ക് കടക്കാൻ ശ്രമിച്ചത്. അപ്പോൾ എന്തായാലും ആദ്യ അറസ്റ്റ് ഉണ്ടായിരിക്കുന്നത് RCB മാനേജ്മെന്റിൽ നിന്ന് തന്നെയാണ്. RCB മാനേജ്മെന്റിന്റെ മാർക്കറ്റിംഗ് ഹെഡാണ് ഇദ്ദേഹം. നിഖിൽ സോസലെ എന്നാണ് ഇദ്ദേഹത്തിന്റെ പേര്. ആദ്യഘട്ടം മുതൽ തന്നെ RCB മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളാണ്. ടീമിൽ തുടക്കകാലം മുതൽ ഉണ്ടായിരുന്നയാളാണ്. ഈ ടീമിനെ വലിയൊരു ഫ്രാഞ്ചൈസിയാക്കി മാറ്റുന്നതിൽ, അതിൻ്റെ ഇവന്റുകളൊക്കെ ഓർഗനൈസ് ചെയ്യുന്നതിൽ ഏറ്റവും മുഖ്യ പങ്ക് വഹിച്ചിരുന്ന ഒരാളാണ്. ഈ കേസുമായി ബന്ധപ്പെട്ട RCB കാണിച്ച ഒരു കടുംപിടുത്തം അത് ഏറ്റവും അധികം ചർച്ചയായിരിക്കുന്ന ഒരു ഘട്ടത്തിൽ കൂടിയാണ് ഇദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഒപ്പം തന്നെ ഇയാളുടെ കൂടെയാണ് ഈ DNA, അതായത് ഇവന്റ് മാനേജ്മെന്റിന്റെ മേധാവി, അദ്ദേഹം കൂടി ഈ ഒരു ബംഗളൂരുവിൽ നിന്ന് മുംബൈയിലേക്ക് കടക്കാൻ ശ്രമിച്ചത് സുനിൽ മാത്യു. അദ്ദേഹത്തിനെയും ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. ഇവർ രണ്ടുപേരെയും ചോദ്യം ചെയ്യാനായി പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. അങ്ങനെ ആദ്യ രണ്ട് അറസ്റ്റുകൾ വരുന്നു. RCBക്കും ഒപ്പം തന്നെ DNA ഇവന്റ് മാനേജ്മെന്റിനും. ഈ രണ്ടു പേർക്കും ഇപ്പോൾ തിരിച്ചടി നേരിട്ടിരിക്കുകയാണ്. ഇവർ രണ്ടുപേരെയും അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. സംഭവത്തിൽ പോലീസിന്റെ ഭാഗത്ത് നിന്ന് എന്തായാലും അറസ്റ്റ് നടപടിയിലേക്ക് കടന്നിട്ടുണ്ട്. ഇന്ന് തന്നെ ഈ RCB അധികൃതരിൽ ആരെങ്കിലും ഒക്കെ അറസ്റ്റ് ചെയ്യുമെന്നുള്ളത് വ്യക്തമായിരുന്നു. അതിന് പിന്നാലെയാണ് ഇവർ ഏതാണ്ട് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു എന്ന് ഈ ഘട്ടത്തിൽ പറയേണ്ടി വരും. കാരണം ജാമ്യാപേക്ഷയ്ക്ക് ജാമ്യം തേടേണ്ടതായിട്ടുണ്ട്. മാത്രമല്ല ഇനി നിരവധി അന്വേഷണങ്ങൾക്ക് വേണ്ടി ഇവർ വിവിധ അന്വേഷണ സംഘങ്ങൾക്ക് മുന്നിൽ ഹാജരാകേണ്ടതുണ്ട്. മജിസ്ട്രേറ്റ് അന്വേഷണത്തിന്റെ ഭാഗമായി RCBക്ക് നോട്ടീസ് അയച്ചിട്ടുണ്ട്. അവിടെയും സ്വാഭാവികമായിട്ടും ഹാജരാകേണ്ടയാളാണ് ഈ നിഖിൽ സോസലെ, മാർക്കറ്റിംഗ് ഹെഡ്. സ്വാഭാവികമായിട്ടും അതിൻ്റെയൊക്കെയും ഒരു പശ്ചാത്തലത്തിൽ ഇദ്ദേഹം നിലവിൽ ബംഗളൂരുവിൽ നിന്ന് മാറി നിൽക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഇന്നലെ ഇദ്ദേഹം അടക്കമുള്ളവർ ഇവിടെ RCBയുടെ ഒരു യോഗം ചേരുകയും ഒക്കെ ചെയ്തിരുന്നു. മാർക്കറ്റിംഗ് തലത്തിൽ ഒപ്പം തന്നെ അവരുടെ ഒരു ഫ്രാഞ്ചൈസി തലത്തിലൊരു യോഗം ചേർന്നിരുന്നു. അതിൻ്റെ ഭാഗമായിട്ടൊക്കെ പങ്കെടുത്തയാളാണ്. ഇനി കർണാടക ക്രിക്കറ്റ് അസോസിയേഷനിലെ ആരെയാകും അറസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇപ്പോൾ പ്രധാനമായും ചോദ്യം ഉയരുന്നത്. അവിടെ നിന്നും അറസ്റ്റ് ഉണ്ടാകും എന്നുള്ള കാര്യം ഉറപ്പാണ്. എന്തായാലും പോലീസ് ഇന്നലെ അവർക്ക് നേരിട്ട നടപടി, കമ്മീഷണർ അടക്കം നേരിട്ട നടപടിക്ക് പിന്നാലെ എന്തായാലും ഇപ്പോൾ അറസ്റ്റിലേക്ക് കടന്നിരിക്കുകയാണ്. തുടർന്നും ഇന്ന് വിവിധ അറസ്റ്റുകൾ ഉണ്ടാകും. SKN നമുക്കൊപ്പം വിവരങ്ങളുമായി ചേർന്നത്.